അപ്പോൾ നമ്മളിന്ന് ത്രെഡ് വർക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ബോർഡർ ലൈൻ വരച്ച് വെക്കണം. നെക്കിൻ്റെ പോർഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ആ ഭാഗത്ത് എവിടെ ചെയ്യുന്നു അതിന് തൊട്ട് താഴെയായിട്ടൊരു ബോർഡർ വരച്ച് വെക്കണം. നമുക്ക് ഈ ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു റിംഗ് ഹൂപ്പ് എടുത്ത് വെക്കാം അല്ലേ. പിന്നെ നല്ല കട്ടിയുള്ള ഈ എംബ്രോയ്ഡറി നൂല് ഫുള്ളായിട്ട് കയറുന്ന രീതിയിലുള്ള നല്ല കട്ടിയുള്ള നീഡിൽ തന്നെ എടുത്ത് വയ്ക്കുക. പിന്നെ ഏതൊക്കെ കളേഴ്സാണ് നമ്മളിൽ ചെയ്യാനുള്ളത് ആ കളേഴ്സ് ത്രെഡ്സ് വാങ്ങി വയ്ക്കുക. ഇത്രയുമാണ് നമുക്കിതിന് വേണ്ട മെറ്റീരിയൽസ്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ബോർഡർ ലൈനൊക്കെ വരച്ച് വെച്ചു അല്ലേ. ഇനി നമ്മൾ റഫായിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കണം. നമ്മൾ ഏത് ഡിസൈനാണോ ചെയ്യുന്നത് അത് റഫായിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം തെറ്റൊന്നും വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഫ്ലവേഴ്സും അതിൻ്റെ ലീവ്സും ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ റിങ്സ് വരച്ചിരിക്കുന്നത്. ലീഫിന് വേണ്ടിയിട്ട് ലീഫിൻ്റെ സ്റ്റെമ്മ് മാത്രം ഒരു ലൈനായിട്ട് വരയ്ക്കുന്നുണ്ട്. കർവ്ഡ് ലൈനായിട്ട് ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ത്രെഡ്സ് കട്ട് ചെയ്യാനായിട്ട് എൻഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു കത്രികയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 3 ടൈപ്പ് ഓഫ് സ്റ്റിച്ചസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഫ്ലവറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ട് എന്ന ഡിസൈനാണ്. അതുപോലെ തന്നെ സ്റ്റെമ്മിന് വേണ്ടി യൂഷ്വലി നമ്മൾ സ്റ്റെം സ്റ്റിച്ച് അതാണ് ചെയ്യുന്നത്. ലീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ ലേസി ഡേസി. അപ്പോൾ ഇതിൽ ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നേരത്തെ ചെയ്തത്. അത് ഫ്രഞ്ച് നോട്ടിൻ്റെ തന്നെയാണ്, വേറൊരു ഡിസൈനാണ്. ആസ് യൂഷ്വൽ നമുക്കിവിടെ ചെയ്യാവുന്നത് ആദ്യം തന്നെ നമ്മുടെ ത്രെഡിൻ്റെ എൻഡിലൊരു നോട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ നൂല് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂല് താഴത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ എടുത്തിട്ട് ഒരു കൈ കൊണ്ട് ചുറ്റി വളഞ്ഞ് ഇതുപോലെ നേരെ താഴത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഒരു നോട്ട് പോലെ നമുക്ക് കിട്ടും. ഇനി ആ ഡിസൈൻ തന്നെ നമുക്ക് 2-3 പ്രാവശ്യം റിപ്പീറ്റായിട്ട് ലെയർ ചെയ്ത് എടുക്കാം. മീൻസ് നമ്മൾ 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിപ്പത്തിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണിത്. നല്ല ഭംഗിയുമാണ്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലസ്റ്ററായിട്ട് നല്ല ഭംഗിയായിട്ട് തിക്കായിട്ടിരിക്കും. പ്രത്യേകതരം ഒരു നോഷനൊന്നും ഇല്ലാത്തൊരു സ്റ്റിച്ചായതുകൊണ്ട് നമുക്കത് വെച്ച് ഏത് രീതിയിലുള്ള ഡിസൈൻസും നമുക്കത് വെച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇപ്പോൾ ചെറിയൊരു നോട്ട് പോലെ കൊടുത്തേക്കണോണ്ട് നമുക്ക് അത് വെച്ച് തന്നെ നമുക്ക് ലൈനായിട്ട് വരയ്ക്കാം. അതുപോലെ വേറെ ഏതെങ്കിലും ഡിസൈനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ഇപ്പോൾ പ്രിൻ്റ് ചെയ്തെടുക്കാമെങ്കിൽ അത് നമ്മളൊന്ന് കോപ്പി ചെയ്തെടുത്താലും നമുക്ക് ഡ്രസ്സിൽ ഏത് ഡിസൈൻ വേണേലും അത് വെച്ചിട്ട് ചെയ്യാം. അതാണൊരു ഈ ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞ ഡിസൈൻ്റെ ഒരു മെയിനായിട്ട് പ്രത്യേകത അതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ത്രെഡ് ആങ്കറിൻ്റെ ത്രെഡാണ് കേട്ടോ. ഞാൻ പറയാനാണെന്ന് വെച്ചാൽ പല ആൾക്കാരും പല ടൈപ്പ് ത്രെഡ് യൂസ് ചെയ്യും. ഏറ്റവും കുറഞ്ഞ ത്രെഡുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഷോപ്പുകളിൽ. നമ്മൾ ഏറ്റവും കുറഞ്ഞത് നോക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ കളറൊക്കെ ഫേഡായി പോകും. കളർ ഫേഡാകാൻ മാത്രമല്ല കളർ ഇളക്കി ഒഴിച്ച് ആൾക്കൂടി വൃത്തികേടായി പോകാറുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ത്രെഡുകൾ നമുക്ക് എപ്പോഴും വാങ്ങിക്കാം. ത്രെഡ് വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഇടുന്നുണ്ട്. ഞാനിത് സ്റ്റാർട്ടിങ് ബോർഡർ വരച്ചപ്പോൾ വെച്ചിട്ടുണ്ടാവും. ഞാനിത് ഈ പോർഷൻ ഞാൻ വരച്ചെടുക്കുന്നത് നെക്ക് വരച്ചിരിക്കുന്നത് ബോട്ട് നെക്കാണ്. അപ്പോൾ ഇത് വൈഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആണ് ഡിസൈൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ള റൗണ്ട് ഡിസൈനിലും ഒക്കെ റൗണ്ട് നെക്കൊക്കെ ചെയ്യാവുന്നതാണ്. സെയിൽസ് ഡിസൈൻസാണ് കൂടുതൽ ചെയ്ത് എനിക്ക് നന്നായിട്ടൊരു ഭംഗി കണ്ടോ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു ഫ്ലവർ ഡിസൈനായിട്ട് നമുക്ക് തോന്നും. സ്റ്റിച്ച് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം താഴത്ത് ക്ലോത്തിൻ്റെ ഔട്ടർ സൈഡിൽ നന്നായിട്ട് നോക്കിയിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് മുഴുവനായിട്ട് വിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മ് ചെയ്യാം. സ്റ്റെമ്മിന്
ചെയ്യാനും ഈ സെയിം സ്റ്റിച്ച് തന്നെ നമുക്ക് എടുക്കാം. ഇത് ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ എടുത്തിട്ട് റൗണ്ടിൽ ഇതേപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് കുത്തി കൊടുക്കുക. സ്റ്റെം സ്റ്റിച്ച് അറിയുന്നത് ഇടുക്കിയായിരിക്കും കുറച്ചും കൂടെ. ഈ സ്റ്റിച്ച് കാരണം സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ലാസ്റ്റ് ഇതുപോലെ റൗണ്ടായിട്ട് എടുത്തിട്ട് മുകളിലേക്ക് വലിച്ച് ലാസ്റ്റ് അത് എൻഡിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഫ്ലോറൽ ഡിസൈൻ ചെയ്തപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നമ്മൾ ഏത് ബോർഡർ ലൈൻ എന്ന് വരച്ചിരിക്കുന്നത് കറക്റ്റ് അതിനിപ്പുറത്തേക്കാണ് അത് വന്നിരിക്കുന്നത്. ഔട്ട് സൈഡിലേക്ക് പോയിട്ടില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. ഒരെണ്ണം കയറി ഒരെണ്ണം ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ തന്നെ കൊണ്ടുവരാൻ നോക്കാം. ഇപ്പോൾ നെക്കിൽ പൈപ്പിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലെ ബോർഡറിലും വരച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ നമുക്കതൊന്നും കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് കേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കേക്ക് തന്നെ വരയ്ക്കാം. അപ്പോൾ വേറെ എന്തെങ്കിലും പൈപ്പിങ്ങോ അല്ലെങ്കിൽ ബാക്ക് അടിച്ച് എന്തെങ്കിലും സ്റ്റിച്ചൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പെൻസിൽസ് ചെയ്തപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെൻസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് വേണമെങ്കിൽ കാര്യത്തിൽ പ്ലെയിൻ സ്റ്റിച്ചൊക്കെ കൊടുക്കാനാണ് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ചെയ്യാം. അത് കുറച്ചുകൂടെ പെർഫെക്ഷൻ നമുക്കത് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ജസ്റ്റ് ഫുള്ളായിട്ട് തന്നെ ആ 10 വയസ്സിൽ ആ സർക്കിൾ തന്നെയാണ് ചെയ്തത്. അതല്ലാതെ നമുക്ക് പറയുന്നത് സ്റ്റിച്ച് എല്ലാം സർക്കിളിൽ കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടും. ബീച്ചിനാണെങ്കിലും നമ്മൾ ബീച്ച് ചെയ്യുമ്പോൾ ഞാനത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ചെറുതായിട്ട് നമ്മൾ ആ ഒരു ബീച്ചിൻ്റെ ഡിസൈൻ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ പക്ഷേ ബീച്ചിന് വേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ചെയ്യുന്നവർക്കൊന്നും ചെയ്യാം. ചെറുതായിട്ട് അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഫോൾട്ട് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് വരച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് ചെയ്തു പോകുന്നത്. നമ്മൾ ഏത് പ്ലെയിൻ സ്റ്റിച്ചാണ് എടുക്കുന്നത് അതിൻ്റെ കളറിന് മാച്ചായിട്ട് ആ ഒരു കളറിന് കോമ്പിനേഷൻ കിട്ടുന്ന രീതിയിലുള്ള കളറിലൊക്കെ മാറ്റിയെടുക്കുന്നത് നമ്മൾ വരച്ച് ത്രെഡ് എടുക്കുമ്പോൾ നമ്മൾ ഫുൾ ത്രെഡ് എടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡിഫറൻറ്റിൽ എടുക്കുന്നത് അപ്പോൾ അത്രയും വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 3 ത്രെഡ്സ് വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ചും ലൈറ്റായിട്ടിരിക്കും. ലൈറ്റായിട്ടിരിക്കുമ്പോൾ ഒരു കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഇതിനകത്തുള്ള ഫുൾ ത്രെഡ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ അധികം വർക്ക് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടി വരില്ല. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.